അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ആരോഗ്യരംഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ആ കോവിഡിന് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ ആ കേരളത്തെ രാജ്യവും ലോകവും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ നമ്മുടെ ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. കോവിഡ് ഏറ്റവും മൂർധന്യ ദശയിൽ മറ്റു പല രാജ്യങ്ങളും വല്ലാതെ പ്രയാസപ്പെട്ടതും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണതും അവിടെ വെന്റിലേറ്റർ സൗകര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിലുള്ള വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു. ഇതെല്ലാം സാധിച്ചത് എന്തുകൊണ്ടാണ്? ചിലയിടങ്ങളിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവർക്ക് പിന്നെ കോവിഡ് ബാധിച്ച് ചികിത്സയുണ്ടായിരുന്നില്ല. കാരണം കിടത്താൻ ബെഡില്ല, ഈ കിടത്തുന്നതിന് വെന്റിലേറ്ററില്ല, മറ്റ് ആവശ്യമായ സൗകര്യങ്ങളുടെ ബെഡുകളില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ഇവിടെ അത്തരം ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മൂമ്മയൊക്കെ കോവിഡ് ബാധിച്ച് തിരിച്ചു വന്ന വാർത്ത നമ്മൾ നല്ല ആവേശത്തോടെയല്ലേ കേട്ടത്. അതായിരുന്നല്ലോ കേരളം. എന്തുകൊണ്ടാണ് കേരളത്തിനത് സാധിച്ചത്? അതാണ് നോക്കേണ്ടത്. 2016 അവസ്ഥയാണ് തുറന്നിരുന്നെങ്കിൽ മറ്റു പലയിടത്തും സംഭവിച്ചത് തന്നെ സംഭവിക്കുമായിരുന്നു. പക്ഷേ 2016 ശേഷം നമ്മുടെ കേരളത്തിൽ ആർദ്രം മിഷൻ നടപ്പാക്കി. അതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. താലൂക്ക് ആശുപത്രി തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുങ്ങി. മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന നിലവന്നു. അങ്ങനെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അതിലൂടെയാണ് ഈ പറയുന്ന മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിലെല്ലാം നല്ല രീതിയിലുള്ള പങ്ക് നമ്മുടെ കിഫ്ബി എന്ന ധനസ്രോതസ്സിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 2016 ശേഷം നാം ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിട്ട സാഹചര്യം ഒരു സാധാരണ അവസ്ഥയായിരുന്നില്ല എന്നതോർക്കണം. നമുക്ക് ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയുണ്ടായി. നിപ്പ, ഓഖി, 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇതെല്ലാം അതിൻ്റെ അതിരൂക്ഷമായ സ്വഭാവത്തോടെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നമ്മുടേതുപോലൊരു സംസ്ഥാനം തകരാൻ പിന്നെ എന്ത് വേണം? പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. ദുരന്തങ്ങളുണ്ടായാൽ ആ ദുരന്തഭൂമി നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന തന്നെ ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇത്തരം ദുരന്തങ്ങളുണ്ടായാൽ ആ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട് എന്ന് വ്യക്തമായി എഴുതി വെച്ച ഭരണഘടനയാണ് നമ്മുടേത്. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യം അതിൻ്റെ സ്വാദ് അനുഭവിക്കാനേ കഴിഞ്ഞിട്ടില്ല.
2018 മഹാപ്രളയമുണ്ടായിട്ടും കേരളമാകെ തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥ വന്നിട്ടും നമ്മെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. അതാണ് നമ്മുടെ അനുഭവം. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ നാടിനെ അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു. ആ അതിജീവനത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നാം കടന്നു. ഈ കാര്യത്തിൽ പിന്നീട് രാജ്യവും ലോകവും നമ്മെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ കേരളത്തിന് ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ കാരണം നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയുമായിരുന്നു. ആ ഐക്യവും ഒരുമയും ഏത് അസാധ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യവും സാധ്യമാക്കുന്നതിനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക്, അതിജീവനത്തിലേക്ക്, മറ്റുള്ളവർ നല്ല മാതൃക എന്ന് പ്രശംസിക്കുന്ന തരത്തിലുള്ള അതിജീവനത്തിലേക്ക് നമുക്കെത്താൻ കഴിഞ്ഞത്.